ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെടീനെ സമ്മർ കെയർ ചെയ്യാണ്. നമ്മുടെ ഈ ചെടികൾക്ക് ഒരു കെയർ ചെയ്യണം. ആർക്കെങ്കിലും ഈ ചെടികളിൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായി കമൻറ്റും ലൈക്കും അടിക്കണേ. അപ്പോൾ ബൈ. സ്റ്റെപ്പ് 1, വാട്ടറിങ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഷെയ്ഡിൽ വരുന്ന ചെടികൾക്ക് ഒരു നേരം മാത്രം ആക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം 2 വട്ടം അയക്കണ്ട. രാവിലെയും വൈകുന്നേരം ഇങ്ങനെ അയക്കണ്ട. ഒന്നില്ലെങ്കിൽ രാവിലെ വെള്ളം വയ്ക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം. ഇപ്പോൾ നമ്മളിങ്ങനെ മണ്ണിൽ വെക്കുന്ന ചെടികൾക്ക് രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിക്കണം. എന്ന് പറഞ്ഞാൽ രാവിലെയും അതിൽ വെള്ളം ഒഴിക്കണം അയച്ചെടിയിൽ, വൈകുന്നേരവും അയച്ചെടിയിൽ വെള്ളം ഒഴിക്കണം. സ്റ്റെപ്പ് നമ്പർ 2, മൾച്ചിങ്. അത് നമ്മളുടെ ഈ ചെടികൾക്ക് ഉണങ്ങിയ ഇലക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ചെടികൾ ഇങ്ങനെ വാടി പോകുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ നിൽക്കും. അപ്പോൾ ചെടികൾ വളരും, അടുത്തത് വാടില്ല. സ്റ്റെപ്പ് നമ്പർ 3, ലൈറ്റ്. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ നേരം ഈ ലൈറ്റിൽ തന്നെ വെച്ച് നമ്മുടെ ചെടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളത് കുറച്ച് നേരം നമ്മൾ ഷെഡിൽ കൊണ്ട് വെച്ചാൽ അതൊക്കെ നേരെ വരും. ഷെഡല്ല കേട്ടോ, ഷെഡിൽ കൊണ്ട് വെച്ചാൽ അതെല്ലാം വളരും. അത് പറഞ്ഞിട്ട് റൂട്ട് വാടി വെച്ച് അത് വളരില്ല കേട്ടോ. സ്റ്റെപ്പ് നമ്പർ 4, ഫെർട്ടിലൈസർ. നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാതെ നമ്മൾ നാച്ചുറലായി ഉണ്ടാക്കിയ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക. അതെങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ നമ്മുടെ ഈ അമ്മമാരൊക്കെ പൊട്ടറ്റോ പീൽ, അങ്ങനെ കുറേ ഉള്ളി പീൽ, കുറേ പീൽസ് ഉണ്ടാകും, കുറേ വേസ്റ്റസ് ഉണ്ടാകും. അതെല്ലാം നമ്മളൊരു ബക്കറ്റിൽ കൂട്ടി വയ്ക്കുക. ഓറഞ്ച്, ബനാന ബക്കറ്റിൽ കൂട്ടി വയ്ക്കണ്ട. അതെല്ലാം അമ്മമാർ എന്തൊക്കെ അറിയണം അതെല്ലാം അപ്പം മണ്ണി ഈ ചെടിയിൽ കൊണ്ടിടുക. അപ്പം നമ്മുടെ ചെടിക്ക് നല്ലോണം അത് വളർന്നു പോകും. ഈ അരി കഴുകിയ വെള്ളം, ചായേൻ്റെ പൊടി അതൊക്കെ ഇട്ടാൽ നമ്മളിപ്പോൾ അമ്മമാർ ചായയൊക്കെ ഒഴിക്കുമ്പോൾ ആ ചായേൻ്റെ പൊടിയൊക്കെ ഈ ചെടിക്ക് ഇട്ട് കൊടുത്താൽ ഇതായിരിക്കും. പിന്നെ അരി കഴുകണ വെള്ളം, അരി കഴുകി കഴിഞ്ഞാൽ അത് കളയാണ്ട് അത് അപ്പോൾ നമ്മുടെ ചെടിക്ക് ഒഴിച്ച് വയ്ക്കുക. അത് മുട്ട പൊടിച്ചത് അത് നിങ്ങൾക്കൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റെപ്പ് നമ്പർ 5, ഗിവിങ് വാട്ടർ ടു ദ ബേർഡ്സ്. നമ്മളിങ്ങനെ ചെടികൾക്ക് മാത്രം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ ബേർഡ്സിനൊക്കെ വെള്ളം കിട്ടും. അതിനും ദാഹിക്കില്ലേ, അത് നമ്മളെ പോലെ തന്നെ ഇല്ലേ. എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ വരണ്ടു പോയി, കുളങ്ങൾ പുഴകളൊക്കെ വരണ്ടു പോയിട്ട് അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വല്ല ബക്കറ്റ് വേണമെന്നില്ല, ഒരു മീഡിയം മതി. അവർ കുടിക്കാനുള്ള വെള്ളം ഇതുപോലെ ഇങ്ങനെ എടുത്ത് വയ്ക്കുക. ഓരോരോ പക്ഷികൾ വന്ന് കുടിച്ചോളും. നമ്മളുടെ ഒരു കഥ കേട്ടിട്ടില്ലേ, കാക്ക കല്ലിട്ട് വെള്ളം അതുപോലത്തെ നമ്മൾ കല്ലൊന്നുമില്ല, വെള്ളം ഇങ്ങനെ നിറച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ഇതിൻ്റെയും കഴിഞ്ഞു. നിങ്ങൾ ഇതുപോലെ ചെടീനെ കെയർ ചെയ്യുക. ഇരുന്ന് നിൽക്കട്ടെ.